യാത്രകൾക്കിടയിലും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലുമൊക്കെ പെൺമനസ്സെന്തോ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ കഴിവുകൾ വരകളിലും വർണ്ണങ്ങളിലും നിറയ്ക്കാൻ അവൾ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതുമായ അറിവുകളെ സ്വന്തം ജീവിതവുമായി നെയ്തു ചേർത്ത് കരവിരുതിന്റെ വർണ്ണക്കാഴ്ചകൾ അവൾ ഒരുക്കുന്നു. കാണാം അടുത്ത സെഗ്മെന്റ്, കരവിരുത്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കരവിരുതിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്ന ഒരു കഷ്ണം ചണം കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? പുറത്തേക്ക് വലിച്ചെറിയും, ഇല്ലേ? അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിലിടും. ഇതൊന്നുമല്ലാതെ ആ ചണം ഉപയോഗിച്ച് മനോഹരമായ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വിശ്വസിക്കാമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ആ കരവിരുതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഇത് നമുക്കായി പറഞ്ഞു തരുന്നു ദിവ്യ ലെനോയ്. ദിവ്യയെ നമുക്ക് കരവിരുതിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ദിവ്യ, കരവിരുതിലേക്ക് സ്വാഗതം. അപ്പൊ ഇത്തവണത്തെ റോ മെറ്റീരിയൽസ് കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ചണം എന്ന് പറയുന്നത് നമ്മള് സാധാരണ കടയിൽ നിന്ന് സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് കാണുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു റോ മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ഇന്ന് കരവിരുതിലേക്ക് പോകുന്നത്. അപ്പോ ഇതല്ലാണ്ട് എന്തൊക്കെയാ വേണ്ടത്? ഇതിനിപ്പോ നമ്മൾ ബാങ്കിൽ ചെയ്യാൻ നേരത്ത് അതിനൊരു ഫ്രെയിം വേണം. ഈ ഫ്രെയിം എവിടെയാ വാങ്ങിക്കാൻ കിട്ടുക? ഇതിപ്പോ നമുക്ക് ഏത് ഷോപ്പിലാണെങ്കിലും ഇപ്പം ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രെയിം അല്ല, ഇതിപ്പോ ജസ്റ്റ് ബാങ്കിൽ നമ്മളൊരു ബാങ്കിൽ സെലക്ട് ചെയ്യുക അതിന് ആവശ്യമുള്ളത്. ഇത് എന്തുകൊണ്ടുള്ള മെറ്റീരിയൽ? റബ്ബർ ആണോ? അല്ല, ഇത് ആക്ച്വലി ഇതൊരു വുഡിന്റെ ആണ്. അതെ അല്ലേ? അപ്പൊ ഇത് വേണം. പിന്നെ പശ വേണം. പശ ഉണ്ട്. ഇത്ര മാത്രമേ വേണ്ടൂ. അതെ അതെ അതെ, അത്രേ വേണ്ടൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഓർണമെന്റേഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷെ അടിസ്ഥാനമായിട്ട് വേണ്ടത് പശ വേണം, ചണം വേണം, ഫ്രെയിം വേണം. വളരെ എളുപ്പമാണ്. സാധാരണ ഷോപ്പുകളിൽ, നമ്മുടെ ഫാൻസി ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ഈ ചണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പൊ എന്തായാലും എടുത്ത് കളയുന്നതാണ് ശരിക്കും ചണം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഉപയോഗമുള്ള ഒരു വസ്തു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ? ആദ്യമേ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ലെങ്തില് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാക്സിമം കുറച്ചായിട്ട് ഗം തേച്ച് കൊടുക്കുക. കൂടുതൽ തേച്ച് ഫുള്ള് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകും. ഇതൊക്കെ തന്നെ ചെയ്ത് നോക്കിയതിട്ടുള്ളതാണ്. ഇതുവരെ ജ്വല്ലറി അങ്ങനത്തെ കോഴ്സസ് ഒന്നും ചെയ്തിട്ടില്ല. മാക്സിമം നമുക്ക് ഇതുപോലെ റോ മെറ്റീരിയൽസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. നമുക്ക് ലോക്കലി കിട്ടുന്ന ആരും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ആരും അതുപോലെ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം കരവിരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് എടുത്ത് നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ഒരു വസ്തുവാക്കി മാറ്റുക. അതുപോലെ തന്നെ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക. അതൊക്കെയാണ് ശരിക്കും കരവിരുത് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്, അല്ലെ? ദിവ്യ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സെൻട്രൽ സർക്കിളിൽ ചെയ്തിട്ടുണ്ട്. ഡിസൈനിങ് തന്നെയാണ് ശരിക്കും മേഖല എന്ന് പറയുന്നത്, അല്ലേ? അതെ, ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ലോക്കലായിട്ട് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് ശരിക്കും പറഞ്ഞാൽ ബോംബെ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം ഡിസൈൻ ആസ് എ ഡിസൈനർ നമ്മൾ സാധാരണ നമുക്ക് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ആ കോഴ്സിന് പോകുന്നത് തന്നെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം, ഡ്രസ് ഡിസൈനിങ്, അതുകൊണ്ടാണ് ഡിസൈനറിനെ ഇതാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ്, അങ്ങനെ ചിന്തിച്ചപ്പം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും താല്പര്യം. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പം ആദ്യമേ MC വെച്ചായിരുന്നു ചെയ്തിരുന്നത്. MC കൊണ്ട് ലോക്കറ്റ്സ് ചെയ്തിരുന്നു. അപ്പൊ അത് കുറച്ച് സക്സസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൂടുതൽ ചെയ്യാൻ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ എന്താ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് എപ്പോഴും തിങ്ക് ചെയ്യും. ഇപ്പം ചില മെറ്റീരിയൽസ് കൊണ്ട് ചിലത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലത് കൊണ്ട് ബാംഗിൾസ് മാത്രം അല്ലെങ്കിൽ ഇയറിംഗ് മാത്രം അങ്ങനെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇപ്പം ജൂട്ടിന്റെ ചെയ്തു, പിന്നെ ചിരട്ട കൊണ്ട് ചെയ്ത് നോക്കി. പിന്നെ അങ്ങനെ ഡെനിം, ഇപ്പം ഡെനിം എന്നൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെ ജസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്താ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ സാധനങ്ങൾ, നമ്മൾ പേപ്പർ തന്നെ റീയൂസ് ചെയ്യുന്നത് പോലെ അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നല്. പറഞ്ഞൊക്കെ ചിരട്ട, അതുപോലെ MC അല്ലെ മുത്ത് നൂലൊക്കെ വെച്ചിട്ട് എംബ്രോയിഡറി ത്രെഡ്. ഓക്കെ. അപ്പൊ എന്ത് വസ്തു കണ്ടാലും അത് ദിവ്യ ആഭരണമാക്കി മാറ്റും. അതാണ് ഈ പുതിയ കരവിരുത്, അല്ലേ? അതെ.
ഓൾമോസ്റ്റ് ഫിനിഷ് ആയി അല്ലേ? അതെ. അപ്പൊ ഫ്രെയിം കാണാത്ത വിധത്തില് ആ ചണം വെച്ചിട്ട് ജൂട്ട് വെച്ചിട്ട് അത് മുഴുവൻ വരിഞ്ഞെടുത്തു, പശ തേച്ചു. അപ്പൊ ഇനിയിപ്പോ പോവില്ല അല്ലേ? മുറുക്കിയിരുന്നോളൂ അല്ലേ? ഇനിയിപ്പോ ഇതിന്റെ ജോയിന്റിന്റെ ഭാഗമാണ്. അവിടെ എത്തുമ്പോൾ മാക്സിമം നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ട് ഇത് ആ ജോയിന്റിലേക്ക് താഴെ നമ്മൾ ഗം വെച്ച് നല്ലതുപോലെ വെക്കുക. കാര്യം ജോയിന്റ് അത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ തുറന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് 2-3 പ്രാവശ്യം അത് ഇപ്പൊ വരുമ്പോ പിന്നെയും ഒന്ന് കുറച്ച് ജസ്റ്റ് ഈ ഗം ഒന്ന് തേച്ച് കൊടുക്കുക. അത് വരുമ്പോ ഇതിപ്പം ഇത്രയും നമ്മളിപ്പോ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ഇപ്പൊ ഇതിന്റെ ഫുൾ ഇങ്ങനെ നാല് പോലത്തെ സംഭവം പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾക്ക് മാക്സിമം അത് നീറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ജസ്റ്റ് ഈ ഗം നമ്മളൊരു കോട്ട് ഇങ്ങനെ ഇതുപോലെ എങ്ങനെയാ മാർക്കറ്റിംഗ് ഒക്കെ? ഇപ്പം എനിക്ക് ഡയറക്റ്റ് ഇതുപോലെ അറിയുന്ന ആൾക്കാര് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഫ്രണ്ട്സ് വഴിയും അല്ലാതെയും ഉള്ള ഡയറക്റ്റ് സെയിൽസ് ഉണ്ട്. അതുകൂടാണ്ട് ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം എറണാകുളത്ത് ഒരു അഹം എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അവിടെ എന്റെ പ്രോഡക്ട്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് അത് പശ തേച്ച് ഓക്കെ ആക്കി അല്ലേ? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശ തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടും, കുറച്ചൊരു തിളക്കമൊക്കെ വരുന്നുണ്ട് അതിന്. അപ്പൊ ഇതിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വെക്കണം അല്ലേ? ഒരു ദിവസം വെക്കണം. പക്ഷെ നമുക്കത് കുറച്ചൊരു സമയത്തിന്റെ ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ചെയ്യാണ്. ഒരു കോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഇനി ഡിസൈൻ ഒരു കാണിച്ചു. ഇത് കളർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ നമ്മൾ നാച്ചുറൽ ലുക്ക് തന്നെ അങ്ങനെ കൊടുക്കുകയാണത്. ചിലർക്ക് ഈ ലുക്ക് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അത് കളർ ചെയ്ത് അവർക്ക് ജൂട്ടാണെന്ന് തന്നെ തോന്നണം. ജൂട്ട് ഇതിപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ലേസ് വേണോ, ഏതാ മെറ്റീരിയൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഓർണമെന്റേഷൻ നമുക്കത് കിട്ടും, വാങ്ങാൻ കിട്ടും ഷോപ്പിൽ നിന്ന്. ഇതിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് ഇതിപ്പം ലേസ് തന്നെ. ഇപ്പം ലേസ് ആണ് ഡ്രസ്സിലൊക്കെ വെക്കുന്നത്. നമ്മള് ചുരിദാറിലും അതുപോലെ മിഡി ടോപ്സിലും ഒക്കെ ലേസ് വെക്കുമല്ലോ, അതുപോലത്തെ ലേസ് ആണ് നമുക്ക് ഏത് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതുപോലുള്ള ലേസ് ആണ് ഈ വളയിൽ ഒട്ടിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നമ്മള് സെൻട്രലാണ് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഗം ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പം ജൂട്ട്, പശ, പിന്നെ ലേസ്, ഇത്രയും കാര്യങ്ങൾ, പിന്നെ വളയുടെ ഫ്രെയിമും. ഈ ഫ്രെയിമും ഇത്രയും വെച്ചിട്ടാണ് ഈ ബാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു. ഇത് കുറച്ചു നേരം ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ മുകളിലത്തെ ആ ഒരു നാര് പോലെ നിൽക്കുന്നതെല്ലാം ഫിനിഷായി മാറും. നന്നായിട്ട് തന്നെ ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള വളയായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളയുണ്ട്. ഇതാകണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു വളയാണ്. ഇതേപോലെ തന്നെ നാച്ചുറൽ ഫിനിഷിൽ ചണം ജൂട്ടിന്റെ അതേ കളറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മുകളിൽ വെച്ചിരിക്കുന്നത് ലേസ് ആണ്. അതിനൊപ്പം തന്നെ ചെറിയ സ്റ്റോൺസും വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് 3D ലൈനാണ്. ഓക്കെ ഓക്കെ, നല്ല തിളക്കമുള്ള 3D ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചോ അല്ലെങ്കിൽ മുട്ടുകളോ കല്ലുകളോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതാണ് പൂർണ്ണമായിട്ട് ഫിനിഷ് ആകുമ്പോൾ ഈ രൂപത്തിലിരിക്കും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പെയിന്റ്, ഇതെന്താണ് കളേഴ്സ് ഉപയോഗിച്ചത്? ഇതിപ്പം അതെ, നമ്മള് ഫാബ്രിക് പെയിന്റിൽ തന്നെ മെറ്റാലിക് കളറാണ് ഇതിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ ഇതിങ്ങനെ അതെ, അത് നമ്മൾ ശരിക്കും ഈ ഫ്ലവേഴ്സ് നമുക്ക് ഡ്രസ്സിൽ പിടിപ്പിക്കാൻ വേണ്ടി വരുന്ന ഫ്ലവേഴ്സ് ആണ്. നോർമലി എല്ലാവരും അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പൊ അത് ഇതിലേക്ക് വേണ്ടി ഓർണമെന്റേഷൻ ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ഗോൾഡൻ ലൈൻസ് ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് വളരെ നല്ല ആഭരണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ജൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ ആരും തന്നെ അതിനെ എതിർത്തൊന്നും തന്നെ പറയില്ല. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ദിവ്യ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു കരവിരുത് നമുക്ക് പഠിപ്പിച്ചു തന്നതിന്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇത് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ കരവിരുത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ കരവിരുതുകളുമായി വരുന്ന ആഴ്ചകളിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.